നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എമ്പുരാൻ ഇങ്ങനെ ദിവസങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എക്സ്പെക്ടേഷൻ അധികമായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. ആരാണ് ആ ക്യാമിയോ ചെയ്യുന്നത്? എന്തായാലും ക്യാമിയോ കഥാപാത്രങ്ങൾ ഉണ്ട് എന്നുള്ളത് പൃഥ്വിരാജ് സുകുമാർ എന്ന സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്യാമറമാനായ സുജിത് വാസുദേവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ടെക്നീഷ്യൻസ് എല്ലാവരും തന്നെ ഈ സിനിമയിൽ ഒരു ക്യാമിയോ ഉണ്ട് എന്നുള്ളത് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കണ്ട 36 ക്യാരക്ടർ പോസ്റ്റർ അല്ലാതെ ഒരു 37-ാമൻ ഉണ്ടോ? നന്ദു നമുക്ക് തന്ന അഭിമുഖത്തിൽ പോലും പറയുന്നുണ്ട്, ഒരു 37-കാരൻ ചിലപ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ 38-ാമത് ഒരു ക്യാരക്ടർ ഉണ്ടാകാം. ഇതൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ലൂസിഫർ പോലൊരു സിനിമ അത്രയും ബ്രഹ്മാണ്ഡമായി മാറിക്കഴിയുമ്പോൾ എമ്പുരാനെ പോലൊരു സിനിമ 2ാം ഭാഗമായിട്ട് വരുമ്പോഴേക്കും അതിന് 3ാം ഭാഗത്തേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പൃഥ്വിരാജ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2ാം ഭാഗം ഒരു പൂർണ്ണതയിലല്ല അവസാനിക്കുന്നത് എന്നും സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 3ാം ഭാഗത്തേക്ക് ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണ്ട ക്യാരക്ടേഴ്സ് ഒന്നുമല്ലാതെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ക്യാമിയോ അപ്പിയറൻസ് ഒരു കഥാപാത്രത്തിൽ നിന്നും ഉണ്ടായാൽ അത് നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങ് ബോളിവുഡിൽ ഷാരൂഖ് ഖാൻ മുതൽ ഇവിടെ തമിഴ്നാട്ടിലെ വിജയ് സേതുപതി വരെ അതിനകത്തുണ്ട്. മമ്മൂക്കയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരു വമ്പൻ താരനിരയാണ് ആ ഒരു ക്യാമിയോയ്ക്ക് വേണ്ടി ആരാകും ഉണ്ടാകുക എന്നുള്ള ചോദ്യങ്ങളിലായി ഉയരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കിടന്ന് ചെയ്യുമല്ലോ, അതിൽ നിന്നും കിട്ടുന്ന പല പ്രധാനപ്പെട്ട പോയിന്റുകളും ലീഡ് ചെയ്യുന്നത് പല പല താരങ്ങളിലേക്കുമാണ്. പ്രധാനമായും നമുക്ക് എടുത്തു സൂചിപ്പിക്കാൻ കഴിയുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഈ ചിത്രത്തിലുണ്ടോ എന്ന് ഹിന്ദിയിൽ പൃഥ്വിരാജ് തന്നെ ഒരു അഭിമുഖത്തിൽ കൊടുത്തപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞത് മമ്മൂട്ടി ഈസ് നോട്ട് ദെയർ ഇൻ ദിസ് പാർട്ട് ഓഫ് ദി ഫ്രാഞ്ചൈസ് എന്നുള്ളതാണ്. അതായത് 3ാം ഭാഗത്തിലേക്ക് സിനിമ ലീഡ് ചെയ്യുകയാണെങ്കിൽ മമ്മൂട്ടിക്കുള്ളൊരു സാധ്യത തള്ളിക്കളയണ്ട എന്നും കൂടി പൃഥ്വിരാജിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. 2ാം ഭാഗത്തിൽ മമ്മൂട്ടി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 3ാം ഭാഗത്തിൽ ഉണ്ടായേക്കാം എന്നുള്ള സാധ്യത പൃഥ്വിരാജ് തള്ളിക്കളയുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് കൂട്ടി വായിക്കേണ്ടത്. 2ാം ഭാഗം, അതായത് എമ്പുരാൻ അവസാനിക്കുന്നില്ല. ആ അവസാനിക്കാത്ത ലീഡ് പോർഷനിലേക്ക് പോകുന്നത് 3ാം ഭാഗത്തിലുള്ള മമ്മൂട്ടിയാണോ എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ടീസർ ലോഞ്ചിൽ മമ്മൂട്ടി വെള്ള ഷർട്ടിട്ട് വന്നതും ബാക്കിയുള്ള എല്ലാവരും കറുത്ത ഡ്രസ്സ് അണിഞ്ഞതുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളാണോ എന്നുള്ള സംശയങ്ങളുമുണ്ട്. എന്നാൽ തിരക്കഥാകൃത്ത് മുരളി ഗോപി പറയുന്നത് അതൊരു പ്ലാൻഡ് അല്ല, വെറുതെ അങ്ങ് കാഷ്വലി വന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഒരുപാട് ക്യാമിയോ സർപ്രൈസുകൾ ഉണ്ടാകാം എന്ന് പറയുമ്പോൾ പോലും അതൊരു സർപ്രൈസ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണല്ലോ. എന്തായാലും റിലീസിന് മുമ്പ് അണിയറ പ്രവർത്തകർ ഇവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സർപ്രൈസ് പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി അവർ നിൽക്കത്തുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എബ്രഹാം ഓസ്ലർ എന്ന ചിത്രം. ജയറാം നായകനായ ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടോ എന്ന് ജയറാമിനോട് ചോദിക്കുമ്പോൾ പോലും റിലീസിന് മുന്നേ വരെ തലേ ദിവസത്തെ ഇന്റർവ്യൂവിൽ പോലും ജയറാം പറഞ്ഞിരുന്നത് മമ്മൂട്ടി ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് ആ സിനിമയിൽ മമ്മൂട്ടി എന്നും ആ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നും ഒക്കെ ആദ്യ ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകൻ തൊട്ട് അവസാനം എബ്രഹാം ഓസ്ലർ കണ്ടവർക്ക് പോലും മനസ്സിലാകും. ആ ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ട്. ടർബോ എന്ന ചിത്രത്തിൽ വിജയ് സേതുപതിയുടെ വോയിസ് ഓവറിലൂടെ ടർബോ അവസാനിച്ചതും ഈ ക്യാമിയോയിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന ഘടകമായി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചിത്രങ്ങളിലൊക്കെ തന്നെ ക്യാമിയോ അപ്പിയറൻസുകൾ വരുമ്പോൾ എമ്പുരാനിൽ അതില്ല എന്ന് പ്രതീക്ഷിക്കുന്നതല്ലേ മണ്ടത്തരം? അതുകൊണ്ട് എന്തായാലും ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ടെന്ന് വ്യക്തമാണ്. മാത്രമല്ല, എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ഒരു സ്റ്റില്ലുണ്ട്, ഒരു പോസ്റ്റർ, പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറിന്റെ പോസ്റ്റർ. ആ 36 പേരിലും ഈ ഫിസിക്കുള്ള ആരുമില്ല എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ഈ സിനിമയിലുള്ള ഒരു സർപ്രൈസ് എലമെന്റ് ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്ന പ്രേക്ഷകരും നമുക്കിടയിലുണ്ട്. എന്തായാലും ഇതൊന്നും സ്ഥിരീകരിക്കാൻ കഴിയാത്ത, എന്നാൽ കൗതുകങ്ങളും സംശയങ്ങളുമായി ഉയരുന്ന ഒരുപാട് പ്രസക്തമേറിയ ചോദ്യങ്ങളും കൂടിയാണ്. ലൂസിഫർ റീ റിലീസിന് ഒരുങ്ങുകയാണ്. അതിന് തൊട്ടടുത്ത ആഴ്ച എമ്പുരാനും വരികയാണ്. 6 മണിക്ക് തന്നെ കൃത്യമായി എമ്പുരാൻ എത്തുകയും ചെയ്യും. ഏറ്റവും ഒടുവിൽ ഈ സിനിമ ഏറ്റെടുത്ത ഗോകുലം ഗോപാലൻ പറയുന്നത് ലൈക്ക പൂർണ്ണമായും സിനിമയിൽ നിന്നും ഒഴിവായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ലൈക്ക ഇനി ഈ ചിത്രത്തിന്റെ ഭാഗമല്ല. എന്നിട്ടും പോസ്റ്ററുകളിലും ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഓവർസീസ് വീഡിയോയിൽ ഉൾപ്പെടെ ലൈക്കയുടെ പേര് വെച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങളും വളരെയധികം പ്രസക്തമാണ്. കാരണം ലൈക്കയുടെ ഷെയർ മുഴുവനായി ഗോകുലം ഗോപാലൻ വാങ്ങുകയും പിന്നെ ഗോകുലം അത് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ലൈക്കയുടെ പ്രസക്തി എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ബിസിനസ് പരമായും വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുമ്പോൾ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണല്ലോ.
അതുകൊണ്ട് തന്നെയാണ് ക്യാമിയോ അപ്പിയറൻസിൽ ആരാണ് എന്നുള്ള ചോദ്യവും പ്രസക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അപ്ഡേറ്റുകൾക്കും വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകന്റെ മുന്നിലേക്ക് ഇനി ഏതെങ്കിലും ഒരു താരം പ്രധാനമായും വരാനുണ്ടോ? നമ്മൾ ഈ കണ്ട 36 പേരിലല്ലാതെ ഒരു 37ാമനാണോ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഇതിലെ പ്രധാന വില്ലൻ എന്നതൊക്കെ അറിയാൻ കാത്തിരിക്കുകയാണ് എമ്പുരാൻ ആരാധകർ.